ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്ന് പറഞ്ഞത് നമ്മൾ നെക്സ്റ്റ് ന്യൂ ഇയറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഫെസ്റ്റിവൽ സീസണിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ഒരു ഡയറ്റ് തുടങ്ങുന്നത്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ലോങ് ഇങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കാം എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് എന്തെങ്കിലും ക്രേവിങ്സ് ഒക്കെ വരുന്നെങ്കിൽ അത് എന്താണ് പോഷൻ കൺട്രോൾ ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. എന്താണ് എന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും മാറ്റി വെച്ചിട്ടുള്ള ഒരു ഡയറ്റിംഗ് അല്ല കേട്ടോ. ഞാൻ നമ്മുടെ സിവ ഡയറ്റിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു 1 മാസത്തേക്ക്. എങ്ങനെയാണെന്ന് നോക്കാമെന്ന് കരുതിയാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ളത് അപ്ഡേഷൻ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്നത് പോഷൻ കൺട്രോൾ ചെയ്ത് കഴിച്ചാൽ മതി കേട്ടോ. ഈ 1 വീക്ക് നിങ്ങൾ ഫസ്റ്റ് ഒരു വെയിറ്റ് ലോസ് ജേണിയിലേക്ക് തുടങ്ങുന്നവരാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം തുടങ്ങുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരാഴ്ച നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണം എന്താണ് നമുക്ക് പോഷൻ കൺട്രോൾ ചെയ്തിട്ട് എങ്ങനെ കഴിക്കാം. വെള്ളം ഒരു 2 to 3 ലിറ്റർ ഡെയിലി കുടിക്കാവുന്നതാണ്. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാവുന്നതാണ്. നിങ്ങൾ എന്താണ് ഫസ്റ്റ് ടൈം തുടങ്ങുമ്പോൾ വലിയ സ്ട്രിക്റ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് തലകറക്കം, ക്ഷീണം, പിന്നീടുള്ള നമ്മുടെ മുന്നിലോട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ജേണിയിലേക്ക് നമുക്കൊരു ഹെൽത്തി ആയിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ടൈം എന്താണ് കുറച്ച് എക്സസൈസ് എന്ന് പറയുമ്പോൾ ഒരു 5 മിനിറ്റ്, പിന്നെ അതൊരു 10 മിനിറ്റ് ആക്കി, പിന്നെ 15 മിനിറ്റ് ആക്കി അങ്ങനെ ചെയ്യുന്നതായിരിക്കും സ്റ്റാർട്ടിങ് ആയിട്ടുള്ളവർക്ക് നല്ലത്. അതുപോലെ തന്നെ ആഹാര രീതിയും അതുപോലെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ നമ്മളൊരു ഡയറ്റ് പ്ലാൻ എടുത്ത് നമ്മൾ ഇന്നലെ ഇപ്പോൾ രാവിലെ എന്താണ് ഇഡ്ഡലി, ദോശ അങ്ങനെയൊക്കെ 4 എണ്ണം കഴിച്ചെങ്കിൽ അതൊരു 3 എണ്ണം ആക്കി, പിന്നെ 2 എണ്ണം ആക്കി, അങ്ങനെ കുറച്ച് വന്നാൽ മതി. നമ്മൾ സഡൻലി നമ്മുടെ എന്താണ് കഴിക്കുന്ന അളവ് പെട്ടെന്ന് കുറയുമ്പോഴത്തേക്കിന് ബോഡി ചിലപ്പോൾ റിയാക്ട് ചെയ്യും. നമുക്ക് തലകറക്കം, ക്ഷീണം അങ്ങനെയൊക്കെ തോന്നാം. അത് നമ്മൾ എന്താണ് പതിയെ ക്രമേണ കുറച്ചുകൊണ്ട് വരുന്നതായിരിക്കും നല്ലത്. അതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും എൻ്റെ അറിവിലുള്ള ഒരു ടിപ്സ്. നമ്മൾ പെട്ടെന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്താണ് ക്രേവിങ്സ് വരും. അതുപോലെ തന്നെ നമുക്ക് മുന്നിലോട്ട് ഉള്ള ജേണി നടക്കില്ല, പകുതി വഴി വെച്ച് അത് സ്റ്റോപ്പായി പോകും. കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ ഒരു സ്ട്രിക്റ്റ് തുടങ്ങേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്താണ് കഴിക്കുന്നത് എന്നൊക്കെയുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഈ ഒരാഴ്ച നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആഹാര രീതിയിൽ അല്പം മാറ്റം കൊണ്ടുവന്നതിന് ശേഷം മാത്രം നമുക്കൊരു നെക്സ്റ്റ് മൺഡേ മുതൽ ആ ഒരു ഡയറ്റ് പ്ലാൻ തുടങ്ങിയാൽ മതി. ഞാനിപ്പോൾ ഈ വീക്കിൽ എന്തൊക്കെയാണ് കഴിച്ചതെന്നുള്ളത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ കൂടെ ഒരു ട്രെയിനർ എന്താണ് ഫുൾ ടൈം നമ്മൾ എന്താണ് പിക്കിട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ അപ്ഡേഷൻ തരുന്നതാണ് കേട്ടോ. കൂടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു അവർ. കറക്റ്റ് ടൈമാകുമ്പോൾ നമുക്ക് ആഹാരം കഴിക്കുകയെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് ഉഴപ്പി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്തതാണ് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പകുതി വെച്ച് എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല, കാരണം ഇത്രയും ബ്രേക്ക് എടുത്തിട്ട് വന്നതാണ്. അപ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞല്ലോ, ഫുള്ളി ഞാനൊരു കൺട്രോൾ വെച്ചിട്ടായിരുന്നു കഴിച്ച്. ചില സമയങ്ങളിൽ നമ്മൾ കൈവിട്ട് പോകും. അത് നമുക്കൊന്ന് മൂഡ് ചേഞ്ച്, നമ്മുടെ ക്ലൈമറ്റ്, പിന്നെ നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിന് ചിലപ്പോൾ നമുക്ക് എന്താണ് നല്ല മൂഡ് ചേഞ്ച്, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച ചില ഹാപ്പി ടൈമിൽ നമുക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ തോന്നും. ചിലപ്പോൾ നമുക്ക് പീരീഡ്സ് ആവുന്ന സമയത്ത് ഇന്നത് കഴിക്കാൻ ഭയങ്കര കോഫി അഡിക്റ്റാണ്, നല്ല മധുരം ഇട്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെയുള്ള ഓരോ അഡിക്ഷനൊക്കെ വരില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്താണ് ഒരാളെ ഹെൽപ്പിന് വേണ്ടിയിട്ട് പോയത്. അല്ലെങ്കിൽ തന്നെ നിങ്ങളെയും കൂടി എനിക്കൊന്ന് മോട്ടിവേറ്റ് ആക്കി എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. അതിൻ്റെ അപ്ഡേഷനൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഞാൻ ഇന്നലെ വെയിറ്റ് എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നോക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഈ ഒരാഴ്ച നമുക്ക് ബോഡിക്കൊന്ന് റിലാക്സ് കൊടുത്ത് എങ്ങനെയാണ് ബോഡി ഒന്ന് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ട്രിക്റ്റ് ആയിട്ട് പോകണോ, എങ്ങനെയാണെന്ന് നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയുമ്പോൾ ആ ഒരു പാറ്റേൺ കിട്ടും. അതുവരെ ഈ ഒരാഴ്ച ഞാൻ എന്തൊക്കെയാണ് കഴിച്ചത് എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ ഞാൻ വെയിറ്റ് ചെയ്യണമെങ്കിൽ അതിൽ കൂടി അപ്ഡേറ്റ് ചെയ്യാം, നോ പ്രോബ്ലം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാവുന്നതാണ്. എന്തൊക്കെ ചെയ്യാം, എക്സസൈസിന് ചെയ്യാവുന്നവർക്ക് ചെയ്യാം, നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തുടങ്ങിയാൽ മതി കേട്ടോ. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഞാനും എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്നോട് പറഞ്ഞു തരാവുന്നതാണ്. വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല, ഇത് ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ ഷോർട്സ് ആയിട്ട് എന്തൊക്കെയാണ് കഴിക്കുന്നത് അങ്ങനെയുള്ള അപ്ഡേഷൻ ഈ ഒരാഴ്ച ഞാൻ തരുന്നതായിരിക്കും. നെക്സ്റ്റ് മൺഡേ മുതൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് സ്ട്രിക്റ്റ് അങ്ങനെ പോയാൽ മതി കേട്ടോ. ചിലപ്പോൾ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ളവർ കാണും, ചിലപ്പോൾ ഡയറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതൊന്നും പ്രശ്നമല്ല, നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തോ. വർക്കൗട്ടും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ളവർ നമ്മുടെ ടൈം കൂട്ടി വരാവുന്നതാണ്. അതൊരു നിങ്ങൾ ഹെവി ആയിട്ടുള്ള ഒരു എക്സസൈസും ചെയ്യേണ്ട. പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്, ഇതുപോലെ നിങ്ങൾ എന്താണ് ഈ ഒരു വെയിറ്റ് ലോസ് ജേണിയിൽ നിങ്ങൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. നമ്മുടെ മൈൻഡൊക്കെ മാറാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ഇതിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ തന്നെ കുറച്ച് തീരുമാനം എടുക്കണം കേട്ടോ. നമ്മൾ എത്ര തീരുമാനം എടുത്താലും ചില സാഹചര്യങ്ങൾ കൈവിട്ട് പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഹെൽപ്പിനെ ചോദിക്കാവുന്നതാണ്, ഹെൽപ്പ് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു വീഡിയോ തരുന്നവരെ ബൈ ബൈ.